മാനസിക വിഭ്രാന്തിയുള്ള സുഖമില്ലാത്ത കുട്ടികളെ അടയ്ക്കുന്ന റൂമിൽ അവനെ ഒറ്റയ്ക്കിട്ട് അടച്ചു കളഞ്ഞു. മൃഗീയമായി അധിക്ഷേപിച്ച്, ജാതീയമായി അപേക്ഷിച്ച്, വംശീയമായി അധിക്ഷേപിച്ച്, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച്, കറുത്തവനെന്ന് മുദ്രകുത്തി. എന്നാൽ നിങ്ങൾ മാധ്യമങ്ങളിലെ ഫോട്ടോകൾ കണ്ടില്ലേ? എന്ത് കറുപ്പവനുള്ളത്? നിന്റെ ഫോട്ടോ നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? കണ്ണാടിയിൽ പോയി നോക്ക്. നീ എന്ത് കോലോടാ? നീ ഇങ്ങനെയാണോ? മനുഷ്യ കോലോടാണെന്ന്. എന്റെ മോൻ എന്ത് കുറവ്? അങ്ങനെ ഒരുപാട് അയാള് ഒരുപാട് പുഴുത്ത പട്ടിയെന്ന് വിദ്യാർത്ഥികളെ മുമ്പേ വെച്ച് പറഞ്ഞു. അവര് രണ്ടുപേരും മാത്രമല്ല, ലത എന്ന് പറയുന്ന മേഡവും കമൽ എന്ന് പറയുന്ന വാർഡനും. ഈ കമൽ എന്ന് പറയുന്ന വാർഡൻ എന്നോട് അവനെ സിക്ക് റൂമിൽ അടച്ചതിന് ഞാൻ ചോദ്യം ചെയ്തു ഫോണിലൂടെ. എന്റെ മോനെ എന്തിനാണ് ഇരുട്ട് റൂമിൽ അടച്ചത്? അവന് നല്ലൊരു ഹോസ്റ്റൽ റൂമല്ലേ നിങ്ങൾ കൊടുത്തത്? തിരിച്ച് അവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾ അതേപോലെ കൊടുക്കാമെന്ന് എനിക്ക് വീഡിയോ ചെയ്ത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞതല്ലേ. പിന്നെ എന്ത് സിക്ക് റൂമിൽ അടച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാണ്, ഇവിടെ ഇൻഫെക്ഷൻ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ എണ്ണം തികച്ച് കാണിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, അവൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞാൽ പോരായിരുന്ന, ഒരു വിദ്യാർത്ഥിക്ക് അസുഖം വരുമല്ലോ, അപ്പോഴവന് നാട്ടിൽ പോയി അവന്റെ ഡീറ്റെയിൽ കാണിച്ചാൽ മതിയല്ലോ. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാനസിക വിഭ്രാന്തിയുള്ള സുഖമില്ലാത്ത കുട്ടികളെ അടയ്ക്കുന്ന റൂമിൽ അവനെ ഒറ്റയ്ക്കിട്ട് അടച്ചു കളഞ്ഞു. അങ്ങനെ അത് ചോദ്യം ചെയ്തതിന് അയാൾ ഞാനായിട്ട് സംസാര വിഷയങ്ങളായി. അപ്പോഴയാൾ പറഞ്ഞു, എന്നോടൊന്നും പറയണ്ട, നിങ്ങൾ കംപ്ലൈന്റ് ഉണ്ടേ ഇപ്പോൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി. ആ മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും എല്ലാ അധ്യാപകരും പറയണം പ്രിൻസിപ്പളിനോട് പറയും. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു മരക്കോന്തനാണ്. കാരണം അദ്ദേഹം കറക്റ്റ് മറുപടി പറയൂല. അദ്ദേഹം പറയും, എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ അധ്യാപകരോട് ചോദിക്കും. അദ്ദേഹം ഉരുണ്ട് കളിക്കും. പഴയ പ്രിൻസിപ്പാൾ ഇപ്പോഴും വന്നത് അതിനേക്കാൾ മാറ്റം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഴയ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതികളും പൂഴ്ത്തി വെച്ചുകൊണ്ട് പറയണം, ഇപ്പോൾ കോളേജിനെതിരെ പരാതിയില്ല, മാനേജ്മെന്റിനെതിരെ പരാതിയില്ല, പിന്നെ എന്ത് നടപടിയെടുക്കും? നിതിൻ രാജിന്റെ പിതാവും മാതാവും അവന്റെ ബന്ധുക്കളോ ഞങ്ങൾക്കെതിരെ പരാതി ഉന്നയിച്ചു. എന്റെ മോൻ പോയി ഒരു മാസം കഴിഞ്ഞ റാഗിങ് തുടങ്ങി. റാഗിങ് എന്ന് പറയാൻ ക്രൂരമായ റാഗിങ്. സീനിയർ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് അവന് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങലിൽ പോയി. എന്റെ മൂത്ത മോളും മരുമോനും ഇവനും കൂടെ പോയി ബർമൂഡ ടീഷർട്ട് അവിടെ ഇടാനുള്ള എല്ലാ ഡ്രസ്സുകളും വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരുപാട് സോപ്പ് ചീപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ്. പക്ഷെ ഒന്നും ഈ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ ഇടാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്കറിയോ, അത് ഈ ബർമൂടയും ടീഷർട്ടും ഇട്ടുകൊണ്ട് ക്യാൻറ്റീനിലോട്ട് പോയപ്പോൾ ഇത് ഊരിച്ചവനെ കൊണ്ട് സീനിയർ വിദ്യാർത്ഥികളെ. അപ്പോൾ അവൻ ടീഷർട്ട് ഊരിച്ചു. അപ്പോൾ പറഞ്ഞ്, അതെന്താ ചേട്ടാ, ഞാൻ ഇത് കോളേജിനകത്തല്ലേ ഇടണ, ഇവിടെ റൂമിൽ നിന്ന് ഞാൻ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോണേല്ലേ. അപ്പോൾ പറഞ്ഞാ, ഞങ്ങൾ പറയണ കേട്ടാ മതി, നീ പറയണപ്പം ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല, ഇവിടെ ഞങ്ങൾ ഫുൾ കൈ ഷർട്ടല്ലേ ഉണ്ട്. ഫുൾ കൈ ഷർട്ട് അന്ന് തുടങ്ങിയതാണ് അവന്റെ കൂടെയുള്ള ക്രൂരത. പിന്നെ കുളിക്കാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം ഇവര് ശേഷം വരുന്ന കുട്ടികളെ കുളിപ്പിച്ചിട്ട് പോയാലും അവനെ മണിക്കൂറുകളോളം പിടിച്ചു നിർത്തുന്നത്. കാരണം എന്തെന്നോ, പഠിത്തത്തിൽ ഉന്നത നിലവാരം എല്ലാം മനസ്സിലാക്കിയപ്പോൾ അവര് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഏത് വിഷയം എടുത്തിട്ടാലും, എന്ത് ഇംഗ്ലീഷ് എടുത്തിട്ടാലും എന്റെ നിതിൻ മോന്, എന്റെ കുക്കുമോന് മനസ്സിലാവും, അറിയാമോ? അങ്ങനെ തലച്ചോറുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. പഠിത്തത്തിനെല്ലാം മുന്തിയ സ്ഥാനത്ത്. ഒരു കാര്യം ഒരു പ്രാവശ്യം എല്ലാ കുറെ ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ തുണി കഴുകാൻ പോയി അവിടെ നിൽക്കുമ്പോൾ ഇവനെ തുണി കഴുകാൻ സമ്മതിക്കൂല. 3 മണിക്കൂർ കഴിഞ്ഞ് തുണി കഴുകാൻ സമ്മതിക്കുള്ളായിരുന്നു അന്ന് ഈ സീനിയർ വിദ്യാർത്ഥികൾ. ബാക്കി കുട്ടികളെ തുണികൾ കഴുകി ഉണക്കിയിട്ടിട്ട് പോയാലും ഇവൻ അനങ്ങി കഴിഞ്ഞാൽ അവനെ അടി കൊടുക്കും. ആ രീതിയിൽ മാനസിക പീഡനങ്ങൾ എന്റെ മോൻ അവിടെ ഒരുപാട് അനുഭവിച്ചു. സാറന്മാരോടെ കംപ്ലൈന്റ് ചെയ്താൻ പറഞ്ഞു, ഒന്നും കംപ്ലൈന്റ് ചെയ്യല്ലേ, ഒന്നും പറയല്ലേ. ഇത് എന്നോട് വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, കണ്ണൂരെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരവും കണ്ണൂരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കിലോമീറ്ററുകളുണ്ട്. നിങ്ങൾ തലേ ദിവസം രാത്രി വന്നാൽ പിറ്റേന്നല്ലേ എത്തുള്ളൂ. കേസിനും വഴക്കിനും ഒന്നും ഇറങ്ങണ്ട, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഊപ്പാട് വരും. ഇവിടെ പണച്ചാക്കുകളാണ് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവിടെ പഠിക്കണത്. എന്റെ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞത്, പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് പണച്ചാക്കുകളാണ് പഠിക്കുന്നത്. അവന് ഈ കോളേജിന്റെ പുറത്ത് വെച്ച് അവർ അപായപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതുകൊണ്ട് കേസിനും വഴക്കിനും ഒന്നും ഇറങ്ങല്ലേ, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തീർക്കാം എന്ന് പറഞ്ഞ് അവരെന്നെ പരാതി കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ,
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നത് ബന്ധപ്പെട്ട് അത് മരുമോനാണ് ഇന്റർവ്യൂ ചെയ്തത്. മരുമോൻ സംസാരിക്കും. അത് അവര് സംസാരിക്കും. അപ്പം എന്റെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അങ്ങനെ ഇവനെ പരാതി കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഒരുപാട് രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. HOD എന്ന് പറയുന്ന റാം എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരൻ, ആ ഒരു സാറ് ഇവനെ മൃഗീയമായി അധിക്ഷേപിച്ച്, ജാതീയമായി അപേക്ഷിച്ച്, വംശീയമായി അധിക്ഷേപിച്ച്, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച്, കറുത്തവനെന്ന് മുദ്രകുത്തി. എന്നാൽ നിങ്ങൾ മാധ്യമങ്ങളിലെ ഫോട്ടോകൾ കണ്ടില്ലേ? എന്ത് കറുപ്പവനുള്ളത്? സാമാന്യ അവൻ സൗന്ദര്യമില്ലേ? എന്നിട്ട് അവൻ അധിക്ഷേപിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോട് കോളിൽ വിളിച്ച് സൗകര്യക്കാരോടെ പറഞ്ഞാണ്, ഡാ നിന്റെ ഫോട്ടോ നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? കണ്ണാടിയിൽ പോയി നോക്ക്. നീ എന്തോ കോലോടാ, നീ ഇങ്ങനെയാണോ? മനുഷ്യ കോലോടാണെന്ന്. എന്റെ മോൻ എന്ത് കുറവ്? അങ്ങനെ ഒരുപാട് അയാള് ഒരുപാട് പുഴുത്ത പട്ടിയെന്ന് വിദ്യാർത്ഥികളെ മുമ്പേ വെച്ച് പറഞ്ഞു. പിന്നെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ പോയിട്ട് വന്ന ഇയാളെ കണ്ടപ്പോഴേ ഇവന്റെ ഷോളറിൽ ഇയാൾ കയറി തട്ടി. അത് എന്നോട് അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേ എന്ത് സാറേ നോക്കി പോയിക്കൂടെ, എത്രയും ഗ്യാപ്പുണ്ട്, എല്ലാം സംസാരിക്കണവരാണ്. അപ്പോഴേ പറയും, ഞാൻ ഒരു കൊല ചെയ്തവനാണ് മുമ്പ്, നീ സൂക്ഷിച്ച് നടന്നത്, എന്നെ കൊണ്ട് അത് ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അത് എന്നോട് വിളിച്ചു പോയി. അപ്പോഴേ അവൻ എന്നിട്ട് അവൻ തന്നെ പറയാം, ഇയാൾക്ക് മെന്റലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാം. അന്ന് തൊട്ട് എന്റെ മോൻ രൂക്ഷമായ ഇത് നേരിടുകയാണ്. ഇപ്പോഴവൻ ഇതിന്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നീറ്റും കൂടെ അവരറിയാതെ ചെയ്യണം. അവരറിഞ്ഞാൽ ഇവരെ പൂട്ടും എന്നറിയാം. അവനെ അറിയാതെ ഉറക്കൊഴിഞ്ഞിരുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ തലയിൽ കൂടെ തുണിയിട്ട് ഉറങ്ങുമ്പോഴേ ഇവരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിക്കുകയാണ്.